എക്സ്ക്യൂസ് മീ. മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായി, ജോൺ ഹോനായി. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങൾ മായയുടെ അയൽവാസിയാ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചുകൊണ്ടൊന്നു വിടാം. അതിപ്പോ ഞാൻ ഒരു... പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. വരൂ. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളിരിക്കൂ, ഞാനിപ്പോ വരാം. മായെ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നതായിരിക്കും. സമ്മതിക്കരുത്. ദേ, ഒറ്റക്കെട്ടായി നിന്നാ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. അവൾ സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്ക് അറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? സേതു. ആ. ഇതോ? സേതുവും പിന്നെ പിന്നെ ആൻഡ്രൂസ്. ഓക്കെ, ആൻഡ്രൂസും. ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങളൊരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ആ, ഓക്കെ. ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാം. ആൻഡ്രൂസ് സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിയുടെയിലുണ്ടോ? അതവിടെ ഇല്ല, എനിക്കറിയാം. സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാനുള്ള കാര്യം പറയണ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലണ പോലെ കൊന്നിട്ട അവന്മാർ അതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്കറിയണം. പറയണ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല ഹോനായി. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അറിഞ്ഞത് മുഴുവൻ ഇതിനാ. അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ.
ഇനി ആ പെട്ടി തിരിച്ചു തരാതെ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല. എടാ, ഇനി പറയും, അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ, ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി വിട്ടോടാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടായേ, ഞങ്ങൾക്ക് ആരെ അറിഞ്ഞൂടായേ. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ മുതലാളി. അയ്യോ അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ പേര് നിർത്തിയാ തന്നെ ഞങ്ങൾ പറഞ്ഞേനെ. അവരെയൊക്കെ അറിയാമെന്ന് പറഞ്ഞ വെറുതെ കള്ളമാണ്. അണ്ണാ ദേ അവള് അവന്മാരാളാ. വണ്ടി എടുക്കണം. അവന്മാരിപ്പോ എവിടെയുണ്ട്? വേറൊന്നിനും അല്ല, അണ്ണനും അണ്ണന്റെ കൂട്ടുകാർക്കും അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. സാരമില്ല, എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്തോളാം. പോട്ടെ. വരട്ടെ മോളെ.